ദൈവഭക്തി ഉള്ള ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കുമെന്ന് പൊതുവെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. അവർ അനീതി ചെയ്യാത്തവരായിരിക്കും, നല്ല നീതിബോധമുള്ളവർ. ഭക്തി ഉണ്ടായിരിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വചനധ്യാനവും പ്രാർത്ഥനയുമൊക്കെ അവരുടെ ജീവിതചര്യയാണ്. അവർ വലിയ വിശ്വാസമുള്ളവരായിരിക്കും. പിന്നെ സ്നേഹമുള്ളവരും ക്ഷമാശീലരും സൗമ്യതയുള്ളവരുമായിരിക്കും ഈ ഭക്തിയുള്ള ആളുകൾ. ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു തിമോത്തിയോസ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന തിമോത്തിയോസ്. പൗലോസ് അവസാനം എഴുതിയ കത്ത് തിമോത്തിയോസിനായിരുന്നു. അതാണ് പുതിയ നിയമത്തിലെ 2 തിമോത്തിയോസ് എന്ന പുസ്തകം. സ്വന്തം മകനെപ്പോലെയായിരുന്നു പൗലോസ് തിമോത്തിയോസിനെ കരുതിയിരുന്നത്. അതുകൊണ്ട് തിമോത്തിയോസ് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നീ ഗുണങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. തിമോത്തിയോസ് ഒരു ദൈവമനുഷ്യനാണ് എന്ന് പൗലോസ് പറയുന്നു. എങ്കിലും ചില കാര്യങ്ങൾ തിമോത്തിയോസ് പിന്തുടരണമെന്നാണ് പൗലോസ് പറയുന്നത്. അതിനു മുമ്പ് അവൻ ദ്രവ്യാഗ്രഹം വിട്ട് ഓടണം. എന്നിട്ട് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരണം. പിന്തുടരുക എന്ന് പറഞ്ഞാൽ വെറുതെ അതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയല്ല. അതിനുവേണ്ടി സർവശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കുക എന്നാണ്. പേഴ്സ്യൂ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കാം. നല്ല കാര്യമാണ്. പക്ഷേ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ ഓരോ ഗുണങ്ങളും നമ്മൾ പിന്തുടരാൻ ശ്രമിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. എനിക്ക് ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്, ഞാൻ സൗമ്യനാണ് എന്ന് സ്വയം പറഞ്ഞ് റിലാക്സ് ചെയ്യരുത്. അവ ഓരോന്നും നമ്മൾ പിന്തുടരണം. എന്നുവെച്ചാൽ ഈ ഗുണങ്ങൾ നമ്മിൽ വർദ്ധിച്ചു വരുവാൻ സദാ ശ്രമിക്കണം. ഈ വരുന്ന വർഷത്തെ ഓരോ ദിവസവും നീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യതയും പിന്തുടരുവാൻ, പേഴ്സ്യൂ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.